ഹായ് നമസ്തേ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബിൻ ട്രേഡർ. ഓപ്ഷൻസിൽ എങ്ങനെ സക്സസ്ഫുള്ളായി ട്രേഡ് ചെയ്യാൻ പറ്റും, കറക്റ്റ് എൻട്രിയും എക്സിറ്റും റിവേഴ്സലും കണ്ടുപിടിക്കുന്നത് എങ്ങനെ, കണ്ടിന്യൂവേഷൻ മാർക്കറ്റിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടൊരു ട്രേഡ് എങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും 13th നവംബറിൽ വന്ന പെർഫോമൻസ് ആണ്. ഇപ്പോൾ ഇന്ന് നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന സെല്ലിൻ്റെ കണ്ടിന്യൂവേഷൻ തന്നെയാണ് പോകുന്നത്. അപ്പോൾ ലാസ്റ്റ് വന്ന് ബ്രേക്ക് ഔട്ട് ചെയ്യുന്ന നല്ലൊരു ഹൈക്ക് മാർക്കറ്റ് പോയി നല്ലൊരു റിട്ടേൺസ് കിട്ടിയിരുന്നു. അപ്പോൾ ടോട്ടൽ നമുക്ക് 1600 പോയിന്റോളം നമുക്ക് ഡൗൺ ഇറങ്ങി നിൽക്കുകയാണ് മാർക്കറ്റ്. അപ്പോൾ അത് കഴിഞ്ഞ് വന്ന് ഇപ്പോൾ രണ്ടര കഴിഞ്ഞ ശേഷം വന്ന റീ എൻട്രി ടാർഗറ്റ് നമുക്കിവിടെ ഹിറ്റായിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഞാൻ 51,000 കോൾ ഓപ്ഷൻ പുട്ട് ഓപ്ഷനാണ് എടുത്തിരിക്കുന്നത്. 51,000 പുട്ട് ഓപ്ഷൻ വീക്ക്ലിയിൽ നമുക്ക് അപ്രോക്സിമേറ്റ് 305 പോയ ബ്രേക്ക് ഔട്ട് നേരെ ഹൈക്ക് അടിച്ച് മാർക്കറ്റ് 985 വരെ പോയിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റത്തെ ബ്രേക്ക് ഔട്ടിൽ വന്ന പ്രോഫിറ്റാണ് ഈ പറയുന്നത്. നല്ലൊരു ഹൈക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സപ്പോർട്ട് അവിടെ സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സപ്പോർട്ട് ബ്രേക്ക് ചെയ്തതനുസരിച്ച് നല്ല റിട്ടേൺസ് നമ്മൾ ഏൺ ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഇതിനകത്ത് സിമ്പിളാണ് നമുക്ക് സോഫ്റ്റ്വെയറിൽ വർക്കൗട്ട് ചെയ്യാനായിട്ട്. സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്ന മെത്തേഡ് സിമ്പിളാണ്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇത് നിഫ്റ്റിയുടെ ചാർട്ടാണ് ഫസ്റ്റ്. അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ സെല്ല് തന്നെയാണ് മാർക്കറ്റിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ മാർക്കറ്റ് ഇവിടെ നിന്ന് ഓപ്പൺ ആയ ശേഷം കഴിഞ്ഞ ദിവസം വന്ന സെല്ലിൻ്റെ കണ്ടിന്യൂവേഷൻ പോയി ഡൗൺ തന്നെയായിരുന്നു മാർക്കറ്റ്. ഒരു ബൈ ട്രേഡ് തന്നിട്ടില്ല. ഇടയ്ക്കൊരു ബൈ ട്രേഡ് തന്നത് അപ്രോക്സിമേറ്റ് ഒരു 2 മണിക്ക് ശേഷമാണ് നമുക്ക് തന്നിരിക്കുന്നത്. അത് കൺഫർമേഷൻ കിട്ടിയിട്ടില്ല. കാരണം ക്യാൻഡിൽ കളറ് ഗ്രീൻ ആയിട്ടില്ല, താഴെ ഗ്രീൻ വന്നിട്ടില്ല. ഇപ്പം ലേറ്റസ്റ്റ് സെല്ല് വന്നിരിക്കുന്ന അപ്രോക്സിമേറ്റ് 2:25 അതിൻ്റെ എൻട്രി പോയിന്റും ടാർഗറ്റ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, സ്റ്റോപ്പ് ലോസ് എന്ന് പറയും താഴെ 3 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ട്രേഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ കൺഫർമേഷൻ ചെക്ക് ചെയ്യണം. അതായത് ക്യാൻഡിൽ കളറിൻ്റെ കൂട്ടത്തിൽ താഴത്തെ കൺഫർമേഷൻ ബാറും കൂടെ മാച്ചിങ് ആയാലും ട്രേഡ് എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു കൺഫർമേഷൻ വന്നിട്ടില്ല, അതുകൊണ്ട് ട്രേഡ് അവിടെ പറ്റത്തില്ല. ഇവിടെ പക്ഷേ കൺഫേംഡ് ആണ്. ഇവിടെ ക്യാൻഡിൽ റെഡും ഉണ്ട്, താഴെ ഓൾറെഡി റെഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ തന്നെ നമുക്ക് ട്രേഡ് എടുക്കാൻ. അവിടുന്ന് ലാസ്റ്റ് വന്ന ട്രേഡിൽ നിന്ന് ഫസ്റ്റ് ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. അപ്രോക്സിമേറ്റ് 40 പോയിന്റോളം നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അതിന് മുമ്പ് മാർക്കറ്റിൻ്റെ കണ്ടിന്യൂവേഷൻ പോകുന്ന സാഹചര്യം നമുക്ക് സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത ലെവൽ പിടിച്ചിട്ട് എടുത്ത് വെച്ചാൽ മതി. ഈ സപ്പോർട്ട് ലെവലാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ അങ്ങനെയായിരുന്നു. ഇന്ന് കണ്ടിന്യൂവേഷൻ പോകുമായിരുന്നു. രാവിലെ മാർക്കറ്റ് ഡൗൺ ഇറങ്ങുന്നില്ല, ഒരുപാട് ഹ്യൂജ് ഡൗൺ എന്ന് പറയാൻ പറ്റില്ലായിരുന്നു, പക്ഷേ ഡൗൺ ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ സപ്പോർട്ട് ഇവിടെ കട്ട് ചെയ്തിട്ട് താഴോട്ട് പോയിട്ടുണ്ട് മാർക്കറ്റ്. അപ്പോൾ പക്ഷേ ലാസ്റ്റ് വന്ന ബ്രേക്ക് ഔട്ട് നമുക്ക് ഒരുപാട് നേരം ഇരിക്കാൻ നല്ലൊരു ഹൈക്ക് പോയത്, സ്ട്രോങ് സപ്പോർട്ടായിരുന്നു അവിടെ കട്ട് ചെയ്ത്. അത് കണ്ടിന്യൂവേഷൻ പോകുമ്പോൾ നമുക്ക് ഈ ഒന്നെങ്കിൽ റീ എൻട്രി നോക്കാം. റീ എൻട്രി ലെവൽ സോഫ്റ്റ് ഇവിടെ തരും ടാർഗറ്റ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്യും. അപ്പോൾ ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ രണ്ടാമത് നമുക്ക് എൻട്രി കിട്ടും. സോഫ്റ്റ് അവിടെ താഴെ റെഡ് തന്നെയാണ് തന്നിരിക്കുന്നത്. അപ്പം ലാസ്റ്റത്തെ ബ്രേക്ക് ഔട്ടിൽ നിന്നാണ് 50,655 അവിടെ നിന്നാണ് ബ്രേക്ക് ഔട്ട് പോയിരിക്കുന്നത് ലാസ്റ്റത്തെ. അപ്പം നമുക്ക് രാവിലെ ബ്രേക്ക് ഔട്ട് അപ്രോക്സിമേറ്റ് 51,100 ആ റേഞ്ചിലായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ 51 എടുത്തത്. 51,000 ബ്രേക്ക് ഔട്ട് നല്ലൊരു ഹൈക്ക് അടിച്ച് കയറിയിട്ടുണ്ട്, നല്ലൊരു ഹൈക്ക് പോയിട്ടുണ്ട്, നല്ല റിട്ടേൺസ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ. ഇപ്പോൾ രാവിലത്തെ മോർണിംഗ് ബ്രേക്ക് ഔട്ടിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ മോർണിംഗിൽ സോഫ്റ്റ്വെയർ 161 ബ്രേക്ക് കയറിയതാണ്. അവിടുന്ന് അപ്രോക്സിമേറ്റ് രാവിലെ 425 വരെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മാർക്കറ്റ് തിരിച്ച് പിന്നെ അപ്രോക്സിമേറ്റ് 233 വരെ ഇറങ്ങിയിട്ടാണ് പിന്നെ ഹൈക്ക് കയറിയിരിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ നമുക്ക് നല്ലൊരു റിട്ടേൺസ് നമുക്ക് ഇതിൽ നിന്ന് ഏൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ റെസിസ്റ്റൻസ് ബ്രേക്ക് നല്ല ഹൈക്കും മാർക്കറ്റ് പോവുകയും ചെയ്തു. ഓക്കെ. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് സോഫ്റ്റ്വെയറിൽ കണ്ടിന്യൂവേഷൻ മാർക്കറ്റിൽ റെസിസ്റ്റൻസ് എന്ന ലെവൽ സപ്പോർട്ട് ലെവലും വെച്ചിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ, നമുക്ക് എവിടുന്ന് നെക്സ്റ്റ് ലെവൽ എടുക്കണം സോഫ്റ്റ്വെയർ പറയുന്നുണ്ട്. ഈ ട്രെൻഡ് ലൈൻ നോക്കുക, താഴത്തെ കൺഫർമേഷൻ ബാർ നോക്കുക, റെസിസ്റ്റൻസ് സപ്പോർട്ട്, റെസിസ്റ്റൻസ് നമുക്ക് സ്ട്രോങ് ആണ്, നല്ലൊരു ഹൈക്കായിരിക്കും. ഇപ്പോൾ രാവിലെ വന്ന് നല്ലൊരു ബ്രേക്ക്, അതായത് ഇപ്പം വന്ന ബ്രേക്ക് പോലെ അല്ലായിരുന്നു, പക്ഷേ സ്ട്രോങ് അല്ലായിരുന്നു, പക്ഷേ മാർക്കറ്റ് പോയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ വന്ന് നല്ലൊരു ഹൈക്കാണ്. അവിടെ കണ്ണും പൂട്ടി എൻട്രി ആവുന്നൊരു ട്രേഡായിരുന്നു, നല്ല ബ്രേക്ക് ഔട്ടായിരുന്നു, അത് നല്ല ഹൈക്ക് അടിച്ച് കയറിയിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ നോക്കുകയാണെങ്കിൽ 831 പോയിന്റ്സോളം മാർക്കറ്റ് അപ്പ് കയറി നിൽക്കുകയാണ്. അപ്പോൾ ഇന്ന് ലാസ്റ്റ് ലെവലിൽ നിന്ന് തന്നെ അപ്രോക്സിമേറ്റ് നല്ല റിട്ടേൺസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ. അപ്പം ഇത് ഈസി ആയിട്ട് നമുക്ക് സോഫ്റ്റ്വെയർ വർക്കൗട്ട് ചെയ്ത് നിങ്ങൾക്കൊരു കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റ് എടുക്കുന്നതിന് ഒരു പാടുമില്ല. അപ്പോൾ എങ്ങനെ വർക്കൗട്ട് ചെയ്യാം ഈ സ്ട്രാറ്റജി എന്ന് ലൈവിൽ ചെക്ക് ചെയ്യാം നിങ്ങൾക്ക്. ഓപ്ഷൻസ് മാത്രമല്ല, നമുക്ക് കമ്മോഡിറ്റീസും ഉണ്ട്, നമുക്ക് ഫോറക്സ് മാർക്കറ്റും ഉണ്ട്. അങ്ങനെ എല്ലാ മാർക്കറ്റും നമ്മുടെ സോഫ്റ്റ്വെയറിൽ സപ്പോർട്ടാണ്. അപ്പോൾ ഡെമോൺസ്ട്രേഷനായിട്ട് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.